ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മളൊരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. 1/2 കിലോ ചിക്കനിലേക്ക് 1/2 കപ്പ് പുതിനയിലയും 3/4 കപ്പ് മല്ലിയിലയുമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടും നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ 3-4 എണ്ണം എടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവസാനം നമ്മൾ ഈ വെള്ളത്തോട് കൂടി ഇത് അരച്ചിട്ട് കറിയിൽ ചേർക്കേണ്ടതാണ്. 1/2 കിലോ ചിക്കൻ ഇതുപോലെ മീഡിയം സൈസ് ഉള്ളതോ അതിലും ചെറുതായിട്ടുള്ളതോ ആയ പീസുകളാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 നാരങ്ങയുടെ നീര്, 1.5 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, അരച്ചു വെച്ച മല്ലിയില പുതിന മിക്സ്. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. വലിയ പീസാണെങ്കിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ മസാല പിടിക്കും. പിന്നെ ഈ കൂട്ട് ഒരുപാട് ലൂസായി പോവരുത്. 1 മണിക്കൂറെങ്കിലും മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ അരമണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. മുഴുവൻ ചിക്കനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തുറന്നു വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ പുരട്ടിയതിന് ബാക്കി വന്ന മസാലയാണ്. അത് നമ്മൾ അവസാനം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് നേരം. അത് കഴിഞ്ഞ് പിന്നെയും മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടും വരണം. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിത് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം എണ്ണ വേണ്ട. ഈ ഒരു അളവിൽ മതി. അതുകൊണ്ട് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരിക്കളയുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി ഇരിപ്പുള്ള ആ മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമാണെങ്കിൽ നന്നായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും പാകമായിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഉപ്പ് പാകമാണ്. പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ വേറെ പെപ്പർ പൗഡർ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ വേവാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ സമയത്ത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കുതിർത്ത് വെച്ച കാഷ്യൂ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ ജാറിലുള്ള മുഴുവൻ പേസ്റ്റും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം കുറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് എടുത്താൽ നമുക്ക് കറി റെഡിയായി. തിളച്ച് വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കസൂരി മേഥി വേണമെങ്കിൽ ഈ സമയത്തൊന്ന് കൈകൊണ്ട് പൊടിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട സമയമായി. ഈ കറി ഇനി തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ് എന്ന് വെച്ച് മല്ലിയിലയുടെ ഒന്നും ചൊവയൊന്നും ഇതിലുണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ.